പ്രധാനപ്പെട്ടതുമായ അംഗങ്ങളാകാനും കഴിയും. മതിയോ? ഇന്ന് നമ്മൾ മയക്കുമരുന്നിൽ നിന്ന് അകന്ന് ആരോഗ്യകരമായ ജീവിതം നയിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. ഓക്കെ. നമ്മളെല്ലാ വർഷവും ജൂൺ മാസം 26-ാം തീയതി മുതൽ ലഹരി വിരുദ്ധ വാരാചരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതാണ്. പുതിയ തലമുറയെ ലഹരിയിൽ നിന്നും മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും ഇന്നു മുതൽ ഒരാഴ്ചക്കാലം ലഹരി വിരുദ്ധ വാരാചരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതാണ്. നമ്മളൊരു റാലി പ്ലാൻ ചെയ്തിരുന്നു. കാലാവസ്ഥയുടെ പ്രശ്നം കൊണ്ടാണ് നമ്മൾ റാലി ഒഴിവാക്കിയത്. വരും ദിവസങ്ങളിൽ കാലാവസ്ഥ അനുകൂലമാകുന്ന ഒരു ദിവസം നമുക്ക് റാലി നടത്താവുന്നതാണ്. കുട്ടികളുടെ വിവിധ പരിപാടികൾ, ലഹരി വിരുദ്ധ സന്ദേശം ഉൾക്കൊള്ളുന്ന സ്കിറ്റ്, അതുപോലെ കവിത, പ്രസംഗം, ഇങ്ങനെ നിരവധി പരിപാടികൾ കുട്ടികൾ തയ്യാറായിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഇലവുംതിട്ട പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ മിസ്റ്റർ ഹരീന്ദ്രൻ സാർ എത്തി. അദ്ദേഹം ലഹരി വിരുദ്ധ പ്രതിജ്ഞ വാചകം ചൊല്ലിത്തരികയും ലഹരി വിരുദ്ധ സന്ദേശം നിങ്ങൾക്ക് ചെറിയ തോതിൽ നൽകുകയും ചെയ്തു. നമ്മുടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ആദരണീയനായ വാർഡ് മെമ്പർ ശ്രീ വി രാമചന്ദ്രൻ നായർ സാറാണ്. അദ്ദേഹത്തിന് ഈ ചടങ്ങിലേക്ക് കൃത്യമായ സ്വാഗതം ചെയ്യുന്നു. എല്ലാ PTA എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനും, എല്ലാ വിദ്യാർത്ഥികൾക്കും, എല്ലാ രക്ഷിതാക്കൾക്കും, അധ്യാപകർക്കും എല്ലാവർക്കും ഈ ചടങ്ങിലേക്ക് ഏറെ ഹൃദ്യമായ സ്വാഗതം നേരുന്നു. ലഹരി എന്താണെന്ന് അറിയോ? 10ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾക്ക് അറിയോ? അറിയില്ല. എന്താണ് ലഹരി? എന്തിന്റെ ലഹരിയാ? പല ലഹരിയുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഉപയോഗിക്കുന്ന ലഹരിയുണ്ടോ? ഉണ്ടോ? 10ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾ ഉണ്ടോ? എന്താ ഉപയോഗിക്കുന്നത്? മൊബൈലല്ല. മൊബൈൽ ലഹരിയല്ല. മൊബൈൽ നമ്മള് എന്തിനാണ് നമ്മൾ ഒരു 2 വർഷം മുമ്പ് കോവിഡ് സമയത്ത് നമ്മൾ എന്ത് വെച്ചാൽ മൊബൈലിൽ എന്തിനായിരുന്നു ഫോൺ ചെയ്ത്? പഠിക്കാനാണോ അതോ ലഹരിയിലേക്കാണ്? പഠിക്കാൻ വേണ്ടിയില്ല തന്നെ. അപ്പൊ മക്കളെ, ലഹരി എന്ന് പറഞ്ഞാൽ എന്തുവാ? മക്കളെ കണ്ടിട്ടുണ്ടോ? ഈ ഓരോ മുക്കിലും മാമന്മാരിങ്ങനെ പുക വിട്ടുകൊണ്ടിരിക്കുന്ന കാണാം. ഒരു നീളമുള്ള സാധനം ഇങ്ങനെ വലിച്ച് ഊതി കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പൊ അത് ഒരു ലഹരിയാണ് അല്ലേ? അതിൽ കൂടിയ ലഹരികൾ പലതുമുണ്ട്. ഏറ്റവും കുറഞ്ഞ ലഹരിയാണ് ഈ മാവന്മാരിപ്പോ ഈ മുക്കിന് ഇരുന്ന് വലിക്കുന്ന കാണാമല്ലോ, പുക വിടുന്നത് അല്ലേ? പുക വിടുന്ന 2-3 പേരുണ്ട്. ഈ കരിങ്കയിലൊക്കെ എപ്പോഴും കാണാം. അതിലെ വരുന്ന ആൾക്കാർ കുട്ടികൾക്ക് കാണാം അല്ലേ? കരിങ്കയിൽ കാണാം, അവിടെ ജംഗ്ഷനിൽ കാണാം. ദൂര സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ബസ്സിലല്ലേ പോകുന്നത്? ബസ്സിൽ പോകുമ്പോഴും കാണാമല്ലോ.
മക്കളെ കുഞ്ഞിൽ വീട്ടിലെ അച്ഛന്മാരാരും വലിക്ക് പുക വലിക്കുന്ന ആൾക്കാരുണ്ടോ? ആരുമുണ്ടോ? ഒരാൾ കൈ പൊട്ടി ഇല്ല, ആരും വലിക്കുന്നില്ല. ഇല്ല, പക്ഷേ കണ്ടുപിടിക്കണമല്ലോ. അത് കൈ പൊക്കുന്നുണ്ട്, ചെറുതായിട്ടൊക്കെ ചെറിയ മടിയുണ്ടല്ലേ. അപ്പോൾ ചെയ്യേണ്ടത് അവിടെ വീട്ടിൽ വരികയാണെങ്കിൽ, വീട്ടിൽ വരുമ്പോൾ പുക വലിക്കുന്നത് കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അച്ഛനോട് പറയും, എന്താ പറയും? അച്ഛനോ അല്ലെ പപ്പായോ എന്തോ നിങ്ങൾ വിളിക്കുന്നതൊക്കെ ഡാഡിന്നോ ഇങ്ങനെ പുക വലിക്കുന്നുണ്ടെങ്കിൽ എന്ത് പറയും? ഇതിന് മേലാൽ എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പുക വലിക്കാൻ പാടില്ല. ബീഡിയോ സിഗരറ്റോ വീട്ടിൽ കൊണ്ടുവച്ചാൽ അതെടുത്ത് ചെയ്യണം, വെള്ളത്തിൽ മുക്കിക്കളയണം കേട്ടോ. അടിയൊന്നും കിട്ടത്തില്ല. പറയണം, ഇതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞു, ഇവിടെ സാറന്മാരെ പറഞ്ഞു ഇല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ പറഞ്ഞെന്ന് പറയാം കേട്ടോ. പുക വലിക്കുന്ന ഏതെങ്കിലും സാധനങ്ങൾ, അതുപോലെ തന്നെ വീട്ടില് എന്താ പറയുന്നത്, കുപ്പിക്കകത്ത് സാധനം കൊണ്ടുവന്നിട്ട് വീട്ടിലിരുന്ന് വെള്ളം ഒഴിച്ച് കുടിക്കുന്ന സാധനം ആരെങ്കിലും കണ്ടിട്ടോ മക്കളെ? മക്കളെ അച്ഛൻ കണ്ടോ. അപ്പോൾ അതൊന്നും കണ്ടോ ആളെ കൂടിയില്ലയോ? അതാ പറഞ്ഞേ. അതെന്താ ചോറോ? മദ്യം. അതാണ് ഒരു ലഹരി, ഇല്ലയോ? അപ്പോൾ ആദ്യം നമ്മൾ പുകവലിക്കുന്നത്, പിന്നെ അത് കഴിഞ്ഞിട്ട് മദ്യം ചെറുതായിട്ട് തുടങ്ങും, അല്ലേ? അപ്പം മക്കൾ കാണുന്നുടനെ പറയാം എന്ത് പറയും? ഇത് കുടിക്കരുത്. നിങ്ങളോട് സ്നേഹമുള്ള അച്ഛനാണെങ്കിൽ ഇന്ന് മുതൽ അത് ഉപയോഗിക്കത്തില്ല, അല്ലേ? പ്രതിജ്ഞ എടുക്കാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും. ഇപ്പം സാറിവിടെ വന്ന ഒരു പ്രതിജ്ഞ ചൊല്ലിയല്ലോ. ഇനി മേലിൽ എൻ്റെ വീട്ടിലുള്ള രക്ഷിതാക്കളോ സഹോദരങ്ങളോ അല്ലെങ്കിൽ നാട്ടുകാരോ അല്ലെങ്കിൽ നമ്മൾ ഉള്ള ആൾക്കാർ ആരും തന്നെ ലഹരി ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ലഹരി ഉപയോഗിക്കാതിരിക്കുക എന്നതാണ് നമ്മുടെ ഇതുകൊണ്ട് ദോഷം എന്താ വരുന്നത് അറിയാമല്ലോ. ആരോഗ്യം നശിക്കും. സമാധാനമായിട്ട് നമ്മുടെ വീടുകളിൽ ജീവിക്കാൻ പറ്റാതെ വരും. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് മക്കളെ. അതുകൊണ്ട് രക്ഷിതാക്കളായ ഇങ്ങനെയുള്ള മദ്യപാനം അല്ലെങ്കിൽ ലഹരി, ബീഡി, സിഗരറ്റ് ഇങ്ങനെയുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ഉപയോഗിക്കുന്ന അച്ഛന്മാരായിരിക്കും കൂടുതലും, അമ്മമാരത്രയും കാണത്തില്ല. എങ്കിലും അതും ഉണ്ട്, ചുരുക്കമായിട്ടൊക്കെ ഉണ്ട്, ഇല്ലേ? ചിലരൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ അവരെല്ലാം വിലക്കി അവരോട് പറയണം, ഇനി മേലിൽ ഇങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങൾ എൻ്റെ കൺമുമ്പിലോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ വെച്ചോ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുമോ? ആരും കേൾക്കുന്നില്ല, ആരും ശ്രദ്ധിക്കുന്നില്ല ഞാൻ പറയുന്നത്, ഇല്ലേ? അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം? എന്ത് പറയണം മക്കളെ? എന്ത് ചെയ്യും പറ? ആരെങ്കിലും പറ. ഇത്രയും പേര് രാവിലെ ഒന്നും കഴിച്ചില്ലേ? ഓക്കെ. ഇങ്ങനെയുള്ള ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ കഴിക്കുമ്പോൾ വിലക്കേണ്ടത് നിങ്ങളാണ്. അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കണം. സമൂഹം നന്നായെങ്കിൽ മാത്രമേ നമ്മൾ നന്നാകുകയുള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കണം. പ്രിയമുള്ള കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു വാരാചരണത്തിൽ അല്ലെങ്കിൽ ഈ സ്കൂളിൽ നിന്നും വെളിയിൽ പോകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അതിനെ പ്രതികരിക്കാനുള്ള ഒരു ശേഷി നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും ഒന്ന് ഉറച്ചൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ? ഞാനിനി ഇതൊന്നും ഉപയോഗിക്കില്ല, മദ്യവും മയക്കുമരുന്നും ഒന്നും ഉപയോഗിക്കില്ല എന്ന് ഉറപ്പിച്ച് തീരുമാനം എടുക്കാൻ പറ്റുന്ന എത്ര പേരുണ്ട് ഇവിടെ? കൈ പൊക്കിക്കേ. എത്ര പേരുണ്ട്? എന്നാ നമുക്കൊന്ന് എഴുന്നേക്കാം. പോലീസ് അംഗന്മാർ വന്നിട്ടൊരു പ്രതിജ്ഞയൊക്കെ എടുപ്പിച്ചായിരുന്നു അല്ലേ? നമ്മൾ
പ്രതിജ്ഞ എടുക്കാം. സത്യസത്യമായിട്ട് ഇത് ഉപയോഗിക്കില്ല എന്ന് ഉറപ്പുള്ളവർ മാത്രമേ പ്രതിജ്ഞ എടുക്കാവുള്ളൂ. അല്ലെങ്കിൽ എന്താ തലമുട്ടി തരിക്കത്തില്ലയോ? അങ്ങനെ എന്തോ ഇല്ലയോ? ഉണ്ടോ? അപ്പൊ കൈ കെട്ടിക്കോ. കൈ നീട്ട്. ഇങ്ങനെയല്ലേ പ്രതിജ്ഞക്ക്? റെഡിയാണോ? ഉറക്കം പറയണം. ഉറക്കം പറയോ? മദ്യവും മയക്കുമരുന്നും പുകയില ഉൽപ്പന്നങ്ങളും മാരക വസ്തുക്കളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ ജീവിതത്തിൽ മദ്യത്തിനോ മയക്കുമരുന്നിനോ മറ്റ് പുകയില ഉൽപ്പന്നങ്ങൾക്കോ യാതൊരു സ്ഥാനവും ഉണ്ടായിരിക്കില്ലെന്ന് ഇന്ന് ഇവിടെ വെച്ച് എന്റെ സ്വന്തം മനസാക്ഷിയെ സാക്ഷി നിർത്തി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. കേൾക്കുന്നില്ല? ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഉറപ്പാണല്ലോ? ആരും തലമുടിത്തിരിക്കുന്നില്ലല്ലോ? അപ്പൊ 20 വയസ്സുള്ള ഒരാൾ, അതായത് 20 വയസ്സുള്ള ഒരാള് ആ 20 കൊല്ലവും ലോകത്തെ നോക്കിക്കണ്ടു. നമ്മുടെ ലോകം മൊത്തം പ്രശ്നങ്ങളാണ്. എങ്ങോട്ട് നോക്കിയാലും പ്രശ്നങ്ങളാണ്. ഇപ്പൊ പത്രം തുറന്നാലും മൊത്തം പ്രശ്നങ്ങളാണ് അല്ലേ? അവിടെ അടി, ഇവിടെ ഇടി, ആക്സിഡന്റ്, കൊലപാതകം, ആത്മഹത്യ, ഇങ്ങനെ മൊത്തം പ്രശ്നങ്ങളാണ് ലോകം മൊത്തം. അപ്പൊ ആ പയ്യൻ ഒരു കാര്യം വിചാരിച്ചു. 20 വയസ്സെന്ന് പറയുമ്പോൾ ഒരു പയ്യനാണ്. ആ പയ്യൻ ഒരു കാര്യം വിചാരിച്ചു, ഞാൻ ഇന്ന് മുതൽ ലോകം നന്നാക്കാൻ എന്നെ തീരുമാനിച്ചേക്കുവാണ്. എന്ത് നന്നാക്കാനാണ്? ലോകം നന്നാക്കാനായിട്ട് ആ ഒരു ചേട്ടൻ ഭയങ്കര കാര്യമായിട്ട് അങ്ങ് മുന്നോട്ട് ഇറങ്ങിയേക്കുവാണ്. ലോകം നന്നാക്കാനായിട്ട് അവർ 10 വർഷം എടുത്തു. എത്ര വർഷം എടുത്തു? എന്തേലും നന്നാവോ? ഇല്ല. അപ്പൊ ആ ചേട്ടന് എത്ര വയസ്സായി? 30 വയസ്സായി. അപ്പൊ ആ ചേട്ടനും വിചാരിച്ചു, ലോകം ഒന്നും നന്നാക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്റെ രാജ്യം നന്നാക്കിയാലോ? അത് ഇച്ചിരൂടെ ചെറുതല്ലേ, അപ്പം എന്നെ കൊണ്ട് സാധിക്കുമായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ആ ചേട്ടൻ 10 കൊല്ലം എടുത്ത് രാജ്യം നന്നാക്കാൻ നോക്കി. എന്ത് നന്നാക്കാൻ നോക്കി? എന്നിട്ട് നന്നാവോ? നമ്മൾ ഒരാൾ വിചാരിച്ച രാജ്യം നന്നാവോ? ചേട്ടൻ എത്ര വയസ്സായി? 40 വയസ്സായി. അപ്പൊ ആ ചേട്ടൻ വിചാരിച്ച രാജ്യവും ഞാൻ വിചാരിച്ചാൽ നന്നാവത്തില്ല, എന്റെ പ്രായം കൂടി പോകുന്നതേ ഉള്ളൂ. എന്നാ പിന്നെ എന്റെ സംസ്ഥാനം നന്നാക്കാൻ. സംസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്തുവാ? അപ്പൊ നമ്മുടെ സംസ്ഥാനം നന്നാക്കാനായിട്ട് ആ ചേട്ടൻ ഇറങ്ങി പുറപ്പെട്ടു. 40ാമത്തെ വയസ്സിൽ 10 കൊല്ലം അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചു. ഒരു രക്ഷയുമില്ല, ഒന്നും നന്നായില്ല. അപ്പൊ എത്ര വയസ്സായി? 50 വയസ്സായി. എന്നാ പിന്നെ എന്റെ സംസ്ഥാനവും നന്നാക്കാൻ പറ്റത്തില്ല, പിന്നെ എന്താ ഉള്ളേ? ജില്ല. എന്നാ ഈ പത്തനംതിട്ട ജില്ല അങ്ങ് നന്നാക്കിയേക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ ആന്റി അങ്ങ് ഇറങ്ങിയേക്കുവാ. എന്തേലും നടക്കുവോ? 10 കൊല്ലം കൊണ്ട് എന്തേലും നടക്കുവോ? അപ്പൊ എത്ര വയസ്സായി? 60 വയസ്സായി. എന്നാ പിന്നെ സംസ്ഥാനവും ജില്ലയും ഒന്നും നടക്കുന്നില്ല, എന്റെ നാട്, അതായത് ഈ ചെന്നീർക്കര പ്രദേശം അങ്ങ് നന്നാക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയേക്കുവാ. എന്തേലും നടക്കുവോ? എത്ര വയസ്സായി? 70 വയസ്സായി. പിന്നെ ഇനി എന്താ നന്നാക്കാൻ പോകുന്നത്? നമ്മുടെ വീട് നന്നാക്കാൻ ഇറങ്ങിയേക്കുവാണ്. ഈ അമ്മമാര് പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കേൾക്കുവോ? എല്ലാ കാര്യങ്ങളും അനുസരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇവരുടെയൊക്കെ അമ്മമാരെ എന്നെ ഒന്ന് വിളിക്കാൻ പറയണം കേട്ടോ. എന്താ ടെക്നിക്കെന്ന് എനിക്ക് എന്റെ സിയാമോടെയും റേമോടെയും ഒക്കെ എടുത്തൊന്ന് പ്രയോഗിക്കാന്. വീട് നന്നാക്കാനായിട്ട് 10 കൊല്ലം ശ്രമിച്ചു, ഒരു രക്ഷയില്ല, വീടും നന്നാവുന്നില്ല. അപ്പൊ എത്ര വയസ്സായി? 80 വയസ്സായി. 80 അല്ലേ ഇപ്പൊ പറഞ്ഞേ? 90 വയസ്സായില്ലേ? ഓക്കെ, 80 വയസ്സായി. ഇനി ആ ചേട്ടൻ എന്തുവാ? അവനോനെ നന്നാക്കാനായിട്ട് ഇറങ്ങിയേക്കുവാ. എന്താ? ഞാൻ നന്നാവാനായിട്ട് അങ്ങ് തീരുമാനിച്ചു. പക്ഷെ ഞാൻ നന്നാവുന്നതിന് മുമ്പ് എന്തോ ചെയ്യും? ഞാനങ്ങ് മരിച്ചുപോയി. എന്തേലും പ്രയോജനം ഉണ്ടോ? എന്തേലും പ്രയോജനം ഉണ്ടായോ? അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മൾ ആദ്യം എന്താ ചെയ്യണ്ടേ? സ്വയം നന്നാവണം. മിടുക്കൻ. നമ്മൾ ആദ്യം നമ്മളെ നന്നാക്കുക. അപ്പൊ എന്ത് നന്നാവും? നമ്മുടെ വീട് നന്നാവും. വീട് നന്നായാൽ എന്ത് നന്നാവും? നമ്മുടെ നാട് നന്നാവും. നാട് നന്നായാൽ എന്ത് നന്നാവും? നമ്മുടെ രാജ്യം നന്നാവും. രാജ്യം നന്നായാല്
ജില്ല കഴിഞ്ഞിട്ടല്ലേ രാജ്യം. ജില്ല കഴിഞ്ഞിട്ട് രാജ്യം നന്നായി, രാജ്യം നന്നായാൽ എന്തായി? ലോകം നന്നായി. അപ്പൊ നമ്മൾ ഇന്ന് എന്ത് തീരുമാനിക്കുന്നത്? നമ്മൾ ആരും ഇനി തൊട്ട് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കില്ല. നിങ്ങൾ പറഞ്ഞത് ശരിയാ, മൊബൈലൊക്കെ ഒരു തരത്തിൽ ലഹരിയാണ്. അമ്മ മൊബൈൽ മാറ്റി വെക്കാൻ പറഞ്ഞാൽ നമുക്ക് ദേഷ്യം വരത്തില്ല അമ്മയോട്? വരത്തില്ലയോ? ഈ അമ്മ ഒട്ടും ഫ്രണ്ട്ലി അല്ല അല്ലേ? അമ്മ എനിക്ക് ഇച്ചിരി നേരം ഒന്ന് മൊബൈൽ കണ്ടാൽ എന്താ പ്രശ്നം? അല്ലേ? ഇന്നലെ അവധിയായിരുന്നു, എത്ര പേര് മൊബൈലൊന്നും കാണാതെ പഠിച്ചും കളിച്ചും ഒക്കെ ഇരുന്നു? എനിക്കും പിള്ളേരൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ശാലോമിലെ പിള്ളേരെല്ലാം നല്ല പിടിക്കുകളൊക്കെയാണ്. സുയാമോൾ പ്രേമൊന്നും കൈവെക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇനി മുതല് നമ്മളാരും ലഹരി ഉപയോഗിക്കില്ല. നമുക്ക് എല്ലാവർക്കും ഒരു ലഹരി വേണം. എനിക്കൊരു ലഹരിയുണ്ട്, എന്താണെന്നറിയാമോ? എന്റെ പ്രൊഫഷൻ, ഞാനൊരു ഡോക്ടറാണ്. ഒരു പേഷ്യന്റിനെ നോക്കുക, അല്ലെങ്കിൽ ഞാൻ മരുന്നുണ്ടാക്കുന്ന ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്. അവിടെ മരുന്നുണ്ടാക്കുക, പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കുക. അത് പുതിയ ആൾക്കാരുടെ ഇടയിലേക്ക് വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു അസുഖത്തിന് എന്തെങ്കിലും ഒരു കുറവ് വരുമ്പോൾ അതെനിക്കൊരു ലഹരിയാണ്. എന്നാൽ എനിക്കത് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടുന്ന ലഹരി എന്തായിരിക്കണം? സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എന്തായിരിക്കണം ലഹരി? സന്തോഷം, പഠിത്തം, പഠിക്കുക. എനിക്ക് ഇച്ചിരി പാടുള്ള ഒരു വിഷയം, എനിക്കിപ്പോ മാത്സ് പഠിക്കാൻ പാടാണ്. മിസ് പഠിപ്പിക്കുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? എനിക്കിപ്പോ പണ്ട് മാത്സ് ആയിരുന്നു പാടാം, അതുകൊണ്ടാണ് ഞാൻ മാത്സ് പറഞ്ഞത്. മിസ് നന്നായി പഠിപ്പിക്കുന്നതൊക്കെ എനിക്കറിയാം. നമുക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള വിഷയം മാത്സ്. അപ്പൊ മാത്സ് പാടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതൊരു ലഹരിയായിട്ട് എടുത്തിട്ട് ആ മാത്സിൽ കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നത് എന്തായിരിക്കും? മാത്സിലായിരിക്കും. അപ്പൊ ഇനി മുതൽ നമ്മുടെ ലഹരി എന്താണ്? മാത്സ് അല്ല, നമ്മള് പഠിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ എല്ലാവരുടെയും ലഹരി. അതുപോലെ നമ്മുടെ സുഹൃത്തുക്കൾ നമുക്കൊരു ലഹരി ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ അപ്പനും അമ്മയും നമുക്കൊരു ലഹരി ആയിരിക്കണം, നമ്മുടെ വീടൊരു ലഹരി ആയിരിക്കണം. നമ്മൾ മാക്സിമം നമ്മുടെ കൂട്ടുകാരുടെ കൂടെയും ഇപ്പൊ ഈ കിട്ടുന്ന ഒരു സന്തോഷം വലുതായി കഴിയുമ്പോൾ ആർക്കും കിട്ടത്തില്ല. ഞങ്ങളൊക്കെ ഇതുപോലെ ഇരുന്നിട്ടോ ഇവരൊക്കെ പറഞ്ഞേച്ച് പോകും, നമുക്കല്ലേ നമ്മുടെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്, ഒരു ടൈം മെഷീൻ ഉണ്ടായിരുന്നെങ്കിൽ ആ സ്കൂളിലോട്ടെങ്ങാനും ഒന്ന് പോയിരുന്നെങ്കിൽ. ഈ സ്കൂൾ ലൈഫ് ശരിക്കും മിസ് ചെയ്യുന്നത് സ്കൂൾ ലൈഫ് കഴിയുമ്പോഴാണ്. അപ്പൊ മാക്സിമം എൻജോയ് ചെയ്യുക. നമ്മുടെ സ്കൂൾ ലൈഫ് നമുക്കൊരു ലഹരിയായിട്ട് കൊണ്ടുവരിക. മറ്റു ലഹരികൾ നമുക്ക് വേണ്ടാന്ന് തീരുമാനിക്കാം. ശാലോമിലെ കുട്ടികളെല്ലാം അങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതുപോലെ എല്ലാവരും നല്ല കുട്ടികളായിട്ട് ഈ നാടിന് അഭിമാനമായിട്ട് വരുന്ന ഈ ചെന്നീർക്കര ദേശത്തിന്, അല്ലെങ്കിൽ ശാലോം സ്കൂളിന്, പത്തനംതിട്ട ജില്ലയ്ക്ക്, കേരളത്തിന് അഭിമാനമായിട്ട് വരുന്ന നല്ല കുട്ടികളായിട്ട് എല്ലാവരും വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി. സ്കൂളുകളിൽ പ്രത്യേകിച്ച് ഇന്ന് എല്ലാ സ്കൂളുകളിലും ലഹരി വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നമ്മുടെ സ്കൂളിലും ലഹരി വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നു. ഇന്ന് മഴയില്ലെങ്കിൽ നമ്മൾ കുർബാന ജംഗ്ഷനിൽ വെച്ച് നടത്തേണ്ടിയിരുന്ന പരിപാടിയാണ്. മഴയായതിനാലാണ് നമ്മൾ ഇന്നിവിടെ നടത്തുന്നത്. ലഹരിയെ പറ്റിയും ലഹരി ഉപയോഗത്തെ പറ്റിയും ദോഷങ്ങളെ പറ്റിയൊക്കെ പ്രിയപ്പെട്ട അശ്വതി ഇവിടെ പറയുകയുണ്ടായി. അപ്പം അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. കാരണം ഒരു ഡോക്ടറാണ്. ലഹരി ഉപയോഗിച്ചാൽ എന്തൊക്കെ സംഭവിക്കും, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടങ്ങളുണ്ടാവും, ലഹരി ഉപയോഗിച്ചാൽ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമുക്ക് അസുഖങ്ങൾ മാത്രമല്ല വരുന്നത്. നിങ്ങളെ ലഹരി ഉപയോഗിച്ചാൽ നമുക്ക് എന്തൊക്കെ ദോഷങ്ങളുണ്ടാവും അറിയാവുന്നവർ പറഞ്ഞു. 5ാം ക്ലാസ്സിലെ ആരെങ്കിലും ഒന്ന് പറഞ്ഞു. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യമില്ലേ? വേറെ അസുഖങ്ങൾ, ക്യാൻസറോ? വേറെ കുഴപ്പമില്ല ഞാൻ പറയാം. 1987 ഐക്യരാഷ്ട്ര
സഭ ജൂൺ 26 1987 ജൂൺ 26 ലഹരി വിരുദ്ധ ദിനമായിട്ട് ആദ്യമായിട്ട് ആചരിച്ചു. ഈ ലഹരി ഉപയോഗം മൂലം നേരത്തെ നമ്മുടെ വീടുകളിൽ അത് ഉപയോഗിച്ചിട്ട് വന്ന് നമ്മുടെ വീട്ടിലുള്ളവരുമായിട്ട് വഴക്ക്, അങ്ങനെ കുഞ്ഞുങ്ങളുമായിട്ട് വഴക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അത് മാത്രമല്ല, അക്രമത്തിലേക്കും മറ്റുള്ളവരെ ഉപദ്രവിക്കാനും കൂടെ ഇത് കാരണമാകുന്നുണ്ട്. ഇപ്പോൾ പണ്ടാണെങ്കിൽ മദ്യം മാത്രമായിരുന്നു ലഹരി. ഇപ്പം മാരകമായ MDMA പോലുള്ള സാധനങ്ങളാണ് ഇപ്പോൾ കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഉപയോഗിക്കുന്നത്. അതിന് കാരണമാകുന്നത് നമ്മുടെ വീട്ടിൽ നമ്മുടെ രക്ഷകർത്താക്കൾ അത് ശ്രദ്ധിക്കുന്നില്ല എന്നതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടാകുന്ന ഓരോ മാറ്റവും ഇപ്പൊ രക്ഷകർത്താക്കളൊന്നും ഇല്ല പറയാനും കൊണ്ട്, അപ്പോൾ അത് വീട്ടിൽ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദിവസം സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ നമ്മുടെ രക്ഷകർത്താക്കൾ തന്നെ ചോദിച്ച് അതിന്റെ കാര്യങ്ങൾ തിരക്കണം. ഇപ്പം ഇതിനു വേണ്ടി പിള്ളേരെ ലഹരിക്ക് അടിമപ്പെടുത്താൻ വേണ്ടി തന്നെ ഒരുപാട് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അതിനൊന്നും അടിമപ്പെടാതെ, നമ്മുടെ ജീവിതം നശിപ്പിക്കാതെ, നമ്മുടെ കുടുംബം നശിപ്പിക്കാതെ, നമ്മുടെ നാട് നശിപ്പിക്കാതെ നമുക്ക് ഇത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെ ചിന്തിച്ചുകൊണ്ട്, അല്ലെ ശബ്ദം ചെയ്തുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നവരിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് നമുക്ക് ഇന്നു മുതൽ ഒരു തീരുമാനമെടുക്കാം. അതിന് നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യം നിർവഹിക്കുന്നു. Who participate in this gathering organized today as the part of Andy Country program. Thank you. ശിരസുയർത്തി പറയുകലഹരിക്കടിപ്പെടില്ലുന്ന, ശിരസുയർത്തി പറയുകലഹരിക്കടിപ്പെടില്ലുന്ന, വരം കടത്തി കിട്ടിയ ജീവിതം എറിഞ്ഞുടയ്ക്കുകയില്ല, വരം കടത്തി കിട്ടിയ ജീവിതം എറിഞ്ഞുടയ്ക്കുകയില്ല. ശിരസുയർത്തി 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 പറയുകലഹരിക്കടിപ്പെടില്ലൊരു നാളുന്ന. കുരുന്തിനെ പിടികൂടാൻ മാഫിയ പതുങ്ങിനിൽ കൊണ്ടെമ്പാടും. കുരുന്തിനെ പിടികൂടാൻ മാഫിയ പതുങ്ങിനിൽ കൊണ്ടെമ്പാടും. പതഞ്ഞ ഗ്ലാസുകൾ നീട്ടി ചതിയുടെ വിരുന്നൊരുങ്ങുകയാണെന്നും, നുഴഞ്ഞിടാൻ പുകയായി വലിക്കാൻ സിറിഞ്ചിലൂടെ അകത്താക്കാൻ. വിഷങ്ങൾ പലതുണ്ടരുതേ, വിഷങ്ങൾ പലതുണ്ടരുതേ, അവയുടെ അടുത്തു പോലും ചെല്ലരുതേ. ശിരസുയർത്തി 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 പറയുകലഹരിക്കടിപ്പെടില്ലൊരു നാളും.
കണ്ണനാടിനു താങ്ങായി തുടരാൻ കഴിഞ്ഞിടുന്നൊരു തലമുറകൾ കരൾ തകർന്നും കണ്ണു പൊഴിഞ്ഞും പിടഞ്ഞൊടുങ്ങൊരു നാളും ഞങ്ങളെടുക്കണമെന്നീ പ്രതിജ്ഞ ശിരസുയർത്തി 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 പറയുകയൊരു നാടും നാം ശിരസുയർത്തി 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 പറയുകയൊരു നാടും നാം. നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് ജൂൺ 26 ലഹരി വിരുദ്ധ ദിനം. എന്താണ് ലഹരി? ഒരാളെയല്ല, സമൂഹത്തെ മൊത്തമായി നശിച്ചു കളയുന്നതാണ് ലഹരി. നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും പിന്നെ നമ്മുടെ തലച്ചോറിനെയും എല്ലാം ഇല്ലാതാകും. പിന്നെ നമ്മുടെ ബുദ്ധി, ചിന്ത, ഓർമ്മ എല്ലാം പോകും. പിന്നെ നമ്മുടെ വീട്ടുകാരനോടും നമ്മുടെ കൂട്ടുകാരനോടും പിന്നെ നമ്മൾ സന്തോഷമായിട്ട് ഇരിക്കണം. പിന്നെ വലിച്ചും കുടിച്ചും എല്ലാം കളയുന്നത് ജീവിതമാണ്. പിന്നെ ലഹരി നമ്മുടെ ശത്രുവാണ്. ലഹരിയെ ഉപേക്ഷിക്കൂ, മനുഷ്യനായി ജീവിക്കൂ. താങ്ക് യു. നമസ്കാരം കൂട്ടുകാരെ, ഞാൻ വേദിക, ശാലോം പബ്ലിക് സ്കൂൾ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഇന്ന് ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനം. ഇന്നത്തെ സമൂഹത്തിൽ ആധുനിക സമൂഹത്തെ കാർന്നു തിന്നുന്ന ഒരു വിപത്താണ് ലഹരി. ഇന്ന് കുട്ടികൾ പോലും ഇതിന് അടിമപ്പെടുന്നു. ലഹരിയുടെ ഉപയോഗം മനുഷ്യനെ മാനസികമായും ശാരീരികമായും തകർക്കുന്നു. ചെറിയ സുഖത്തിന് വേണ്ടി കളയാനുള്ളതല്ല നമ്മുടെ ജീവിതം. അത് കുടുംബത്തോടും കൂട്ടുകാർക്കുമൊപ്പം സന്തോഷത്തോടെ ജീവിക്കാനുള്ളതാണെന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് നമുക്കിന്ന് പ്രതിജ്ഞ എടുക്കാം, നാം ഒരിക്കലും ലഹരി ഉപയോഗിക്കുകയില്ല എന്ന്. ജീവിതമാണ് യഥാർത്ഥ ലഹരി എന്ന സന്ദേശം നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ പേര് അഭിജിത്ത് രാജേഷ്. ഇന്ന് ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനം. ഞാൻ ഇന്നലെ ലഹരി വിരുദ്ധ ദിനത്തെ പറ്റിയുള്ള കവിതയാണ് ആലപിക്കാൻ പോകുന്നത്. ചതിയാണ് മദ്യം, സീതയാണ് മദ്യം, ചേലുള്ള ചെങ്ങാതിയല്ല മദ്യം. ചതിയാണ് മദ്യം, സീതയാണ് മദ്യം, ചേലുള്ള ചെങ്ങാതിയല്ല മദ്യം. കറുപ്പാണ് മദ്യം, ഇരുട്ടാണ് മദ്യം, കുടിക്കല്ലേ മദ്യം. കറുപ്പാണ് മദ്യം, ഇരുട്ടാണ് മദ്യം, കുടിക്കല്ലേ മദ്യം. കുടിയനായി ജീവിച്ച് കൂടും തകർത്തിട്ട് കൂടപ്പിറപ്പിനെ കൊല്ലുന്ന മദ്യം. കുടിയനായി ജീവിച്ച് കൂടും തകർത്തിട്ട് കൂടപ്പിറപ്പിനെ കൊല്ലുന്ന മദ്യം. പുകയുന്നു ജീവിതം, പുകയില കുറ്റിയിൽ പൂകാതെ പോകുന്നു ജീവിതം. പുകക്കുന്നു ജീവിതം, പുകയില കുറ്റിയിൽ പൂകാതെ പോകുന്നു ജീവിതങ്ങൾ. പാഠം പഠിക്കണം, പാടിപ്പഠിക്കണം, വാടാതിരിക്കട്ടെ ജീവിതങ്ങൾ. പാഠം പഠിക്കണം, പാടിപ്പഠിക്കണം, വാടാതിരിക്കട്ടെ ജീവിതങ്ങൾ. നന്ദി, നമസ്കാരം. Hello everyone. Today we are celebrating International Anti-Drugs Day. This year, this theme is health for justice for health. This means we need to stay healthy and make good choice to help everyone be safe and happy. Let's promise to make good choice and help each other stay healthy and safe. Thank you. Hello everyone. Today is International Anti-Drugs Day. This is a very important day to learn why we should stay away from drugs. Drugs can hurt our bodies. Drugs can hurt our bodies and make us very sick.
Just like how we avoid things that can hurt our bodies, like fire or sharp objects, we should also avoid drugs by making good choices like playing outside, eating healthy, and saying no to drugs. We can stay strong and happy. Let's all promise to make good choices and stay healthy together. Thank you. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ സമൂഹത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ലഹരി. വ്യത്യസ്ത രൂപങ്ങളിലും ഭാവങ്ങളിലും ലോകം മുഴുവൻ ലഹരി ഉണ്ടാക്കുന്ന അപകടങ്ങൾ വളരെ വലുതാണ്. ലഹരിക്ക് അടിമപ്പെടുന്നത് കുട്ടികളാണ്. അതിനാൽ കൂട്ടുകാരെ, നാം ഒരിക്കലും ലഹരിക്ക് അടിമപ്പെടരുത്. അതിൽ വീഴാതിരിക്കാൻ മുതിർന്നവർ ശ്രദ്ധിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും എന്റെ നമസ്കാരം. എന്റെ പേര് ലിയ ലിജു. ഇന്ന് ലഹരി വിരുദ്ധ ദിനം. നാം എല്ലാ വർഷവും ഒരു നേർച്ച പോലെ ആഘോഷിച്ചു വരുന്നു. എന്നാൽ നാം അങ്ങനെ മാത്രം ചെയ്താൽ പോരാ, ഇതിനോട് കുറച്ച് ഉത്തരവാദിത്വത്തോടെ പെരുമാറുകയും വേണം. ഇത് ഞാൻ പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിലെ തന്നെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ കുറച്ച് കുട്ടികൾ ഇടവഴികളിൽ നിന്ന് ലഹരി ഉപയോഗിക്കുന്നത് എനിക്ക് നേരിട്ട് കാണുവാൻ സാധിച്ചു. ഈ വലിയ വിപത്തിനെ നാം തടയേണ്ടത് വളരെ അനിവാര്യമാണ്. ഇത്രയും പറഞ്ഞു ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും എന്റെ വിനീതമായ കൂട്ടുകാർ. ഇന്ന് ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനം. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും ലഹരിയും അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ പോലും ഇതിനടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിമിഷ നേരത്തെ സുഖത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ ലഹരി മരണത്തിന് വരെ കാരണമാകും. അതുകൊണ്ട് കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിൽ ലഹരി ഉപയോഗിക്കുന്നത് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളോട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് എഗ്നാൻ സെൽജു. ഇന്ന് ജൂൺ 26 ലോക ലഹരി ദിനം. 1987 മുതൽ ഐക്യരാഷ്ട്രസഭ ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു വരുന്നു. മദ്യം, മയക്കുമരുന്ന്, പുകയില, മറ്റു ലഹരി വസ്തുക്കൾ തുടങ്ങിയവയുടെ കീഴിൽ മുതിർന്നവർ മാത്രമല്ല കുട്ടികളും അകപ്പെടുന്നു. ലഹരി ഉപയോഗം നമുക്കും നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും മാത്രമല്ല നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. കുട്ടികളുടെ പഠനത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു. അതിനാൽ കുട്ടികളെ ലഹരി ഉപയോഗിക്കുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. കുട്ടികൾ ലഹരി കാര്യങ്ങളിലേക്ക് വീഴാതിരിക്കാൻ മുതിർന്നവർ മാതൃകയാകട്ടെ. നന്ദി. Good morning, everyone. Respected teachers and my dear friends, I take this opportunity to say about drug addiction. Drug addiction is a worldwide problem, especially in teenagers. Drug addiction refers to substances that cause harm to our body. They cause changes to a person's behavior. Many people that take drugs to feel happier and provide instant pleasure and stress relief. Many people start taking it as an escape from their painful reality. The people who deal in the selling of drugs are actually creating a network. Initially, the drugs advance to students break gradually when they are addicted to it. They start buying and consuming it. The students fail to realize that the consumption has a severe impact on their mental and physical health, such as mental disorders, level decreases, etc. That can even destroy a complete generation. Think twice and act smart. Shape the future with safe pride and full of achievements. Thank you. നമ്മുടെ നാട് ഒത്തൊരുമിച്ച് ലഹരിക്കെതിരെ കൈകോർക്കുന്ന ഈ ദിനത്തിൽ ഷാലോ പബ്ലിക് സ്കൂൾ ചെന്നീർക്കരയിലെ 9th ക്ലാസ്സിലെ വിദ്യാർത്ഥിനികളും അവതരിപ്പിക്കുന്ന ഫ്ലാഷ് മോബ് സേ നോ ടു ഡ്രഗ്സ്.
ജിനോ ജിനോ ക്യാമ്പസുകളെ പങ്കുവെക്കേണ്ടത് മയക്കുമരുന്നുകളല്ല, സ്നേഹമാണ്. സ്റ്റൈലിനും സ്റ്റാറ്റസിനുമായി നാം ഉപയോഗിക്കുന്ന മയക്കുമരുന്നിലല്ല ലഹരി. നമ്മെ സ്നേഹിക്കുന്നവർക്ക് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിലാകട്ടെ ലഹരി. നിന്നേക്കാളേറെ നീ വലിക്കുന്ന വിശ്വസത അത് ശ്വസിക്കുന്നവരെ കൊല്ലുന്നു. നീ സുഹൃത്തു പൊതു ഇടങ്ങളിൽ മുഖവിലി അണിക്ക്. നിന്റെ കുഞ്ഞിന്റെ ബാല്യത്തെക്കാളും
നിന്റെ അമ്മയുടെ കണ്ണീരിനേക്കാളും നിന്റെ ഭാര്യയുടെ പ്രതീക്ഷയെക്കാളും വലുതാണോ മദ്യത്തിന്റെ ലഹരി? ശിരസ്സുയർത്തി പറയുക ലഹരി കടിപ്പിടിൽ നാടുന്നാം. ശിരസ്സുയർത്തി പറയുക ലഹരി കടിപ്പിടിൽ നാടുന്നാം. വരം കണക്കി കിട്ടിയ ജീവിതമെറിഞ്ഞുടയ്ക്കുകയില്ല നാം. വരം കണക്കി കിട്ടിയ ജീവിതമെറിഞ്ഞുടയ്ക്കുകയില്ല നാം. ശിരസ്സുയർത്തി 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 പറയുക ലഹരി കടിപ്പിടിൽ ഒരു നാടുന്നാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കാം. മയക്കമരുന്ന്, മദ്യം, പുകയില, പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹിക വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ലെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എന്റേതായ കടമ നിറവേറ്റുമെന്നും ലഹരിമുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ജയ് ഹിന്ദ്.